ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിൻ്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് പ്രഭാഷകന്റെ പുസ്തകം 46-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. ഇതിന് സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. ആകെ 100 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത്. 15ഓളം മോക്ക് ടെസ്റ്റുകൾ നടത്തിക്കഴിഞ്ഞു. ഇനിയും മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസ് സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ അയച്ചതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും പേരും പരീക്ഷ എഴുതുന്ന ഫോൺ നമ്പരുമായി വാട്സപ്പിൽ അയച്ചു തരേണ്ടതാണ്. ഈ ചാനലിൽ തയ്യാറാക്കുന്ന ചോദ്യോത്തരങ്ങൾ അതുപോലെ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്. പുസ്തകം ആവശ്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ അധ്യായം 46-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 20 വാക്യങ്ങൾ. 2, പ്രഭാഷകൻ അധ്യായം 46-ന്റെ ആദ്യത്തെ തലക്കെട്ട് ജോഷ്വയും കാലബും. 3, നൂനിന്റെ പുത്രൻ ആര്? ജോഷ്വ. 4, ജോഷ്വ ആരുടെ പുത്രനായിരുന്നു? നൂനിന്റെ. 5, യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നതാര്? ജോഷ്വ. 6, ജോഷ്വ യുദ്ധവീരനും പ്രവാചകന്മാരിൽ ആരുടെ പിൻഗാമിയും ആയിരുന്നു? മോശയുടെ. 7, ജോഷ്വ തൻ്റെ നാമത്തിനൊത്ത് ആരുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ഉത്തമനായ രക്ഷകനായിരുന്നത്? ദൈവത്തിൻ്റെ. 8, ജോഷ്വ ആരെല്ലാമായിരുന്നു എന്നാണ് പ്രഭാഷകൻ 46:1 പറഞ്ഞിരിക്കുന്നത്? യുദ്ധവീരൻ, പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമി, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകൻ. 9, ആരോടാണ് ജോഷ്വ പ്രതികാരം ചെയ്തത്? ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട്. 10, ആരാണ് ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്തത്? ജോഷ്വ. 11, ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് ജോഷ്വ അവർക്ക് നേടിക്കൊടുത്തതെന്ത്? അവരുടെ അവകാശം. 12, എന്ത് ചെയ്തപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു എന്നാണ് പ്രഭാഷകൻ 46:2 പറയുന്നത്? നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ. 13, നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് പ്രഭാഷകൻ ചോദിക്കുന്ന ചോദ്യമെന്ത്? അവന് മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? 14, ജോഷ്വ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? കർത്താവിനു വേണ്ടി. 15, എന്തിനെയാണ് ജോഷ്വയുടെ കരം തടഞ്ഞു നിർത്തിയത്? സൂര്യനെ. 16, ഒരു ദിവസത്തിന് എത്ര ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? 2 ദിവസത്തെ. 17, ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷ്വ ആരെയാണ് വിളിച്ചപേക്ഷിച്ചത്? ശക്തനായവനെ, അത്യുന്നതനെ. 18, ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ശക്തനായവനെ, അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചത് ആര്? ജോഷ്വ. 19, എപ്പോഴാണ് ജോഷ്വ ശക്തനായവനെ, അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചത്? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ. 20, ആര് ചുറ്റും വളഞ്ഞപ്പോഴാണ് ജോഷ്വ ശക്തനായവനെ, അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചത്? ശത്രുക്കൾ. ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ശക്തനായവനെ, അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ച ജോഷ്വയ്ക്ക് ഉത്തരം നൽകിയതാര്? ഉന്നതനായ കർത്താവ്. 22, ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷ്വ ശക്തനായവനെ, അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉന്നതനായ കർത്താവ് എന്തുവഴിയാണ് അവന് ഉത്തരം നൽകിയത്? ശക്തമായ കന്മഴ അയച്ച്. 23, ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് ജോഷ്വയ്ക്ക് ഉത്തരം നൽകിയപ്പോൾ സംഭവിച്ചതെന്ത്? ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. 24, ആരെയാണ് അവൻ ജോഷ്വ യുദ്ധത്തിൽ കീഴടക്കിയത്? ആ ജനതയെ. 25, എവിടെ വച്ചാണ് ജോഷ്വ ശത്രുക്കളെ നശിപ്പിച്ചത്? ബെത്ത്ഹോറോൺ ഇറക്കത്തിൽ വെച്ച്. 26, ബെത്ത്ഹോറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ജോഷ്വ നശിപ്പിച്ചതാരെ? ശത്രുക്കളെ. 27, ബെത്ത്ഹോറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ജോഷ്വ ശത്രുക്കളെ എന്തു ചെയ്തു? നശിപ്പിച്ചു. 28, ജനതകൾ ജോഷ്വയുടെ സേനാബലം കണ്ടതെപ്പോൾ? ആ ജനതയെ അവൻ യുദ്ധത്തിൽ തോൽപ്പിച്ച് കീഴടക്കി ബെത്ത്ഹോറോൺ ഇറക്കത്തിൽ വെച്ച് നശിപ്പിക്കുകയും ചെയ്തപ്പോൾ.
29 ബത്ഹോറോൻ ഇറക്കത്തിൽ വച്ച് അവൻ ജോഷുവ ശത്രുക്കളെ നശിപ്പിച്ചപ്പോൾ ജനതകൾ കണ്ടതെന്ത്? അവന്റെ സേനാബലം. 30 അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും എന്ത് മനസ്സിലാക്കുകയും ചെയ്തു? ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന്. 31 എവിടെയാണ് അവൻ ജോഷുവ യുദ്ധം ചെയ്യുന്നത് എന്നാണ് ജനതകൾ മനസ്സിലാക്കിയത്? ദൈവസന്നിധിയിൽ. 32 ജോഷുവ പൂർണ്ണമായി പിൻചെന്നതാരെ? ശക്തനായവനെ. 33 ശക്തനായവനെ പൂർണ്ണമായി പിൻചെന്നതാര്? ജോഷുവ. 34 ആരുടെ കാലത്താണ് ജോഷുവ വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചത്? മോശയുടെ. 35 മോശയുടെ കാലത്ത് ജോഷുവ അനുഷ്ഠിച്ചത് എന്ത്? വിശ്വസ്ത കർമ്മം. 36 ആരോടൊത്താണ് സമൂഹത്തെ ഒന്നാകെ ജോഷുവ നേരിട്ടത്? യെഫുന്നയുടെ പുത്രൻ കാലബിനോടൊത്ത്. 37 കാലബിന്റെ പിതാവ് യെഫുന്ന. 38 യെഫുന്നയുടെ പുത്രൻ കാലബിനോടൊത്ത് ജോഷുവ നേരിട്ടത് ആരെ? സമൂഹത്തെ ഒന്നാകെ. 39 ജോഷുവ ജനത്തെ എന്തിൽ നിന്നാണ് പിന്തിരിപ്പിച്ചത്? പാപത്തിൽ നിന്ന്. 40 ജോഷുവ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ആരെ? ജനത്തെ. 41 ജോഷുവ ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ എന്ത് നിർത്തുകയും ചെയ്തു? ദുഷ്ടമായ പിറുപിറുപ്പ്. 42 ജനത്തിന്റെ എങ്ങനെയുള്ള പിറുപിറുപ്പാണ് ജോഷുവ നിർത്തിയത്? ദുഷ്ടമായ. 43 ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 6 ലക്ഷം യോദ്ധാക്കളിൽ ഇവർ 2 പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. ആരെല്ലാമാണ് അവശേഷിച്ചത്? ജോഷുവയും കാലെബും. 44 ജനത്തെ എങ്ങനെയുള്ള നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 6 ലക്ഷം യോദ്ധാക്കളിൽ ഇവർ 2 പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തേനും പാലും ഒഴുകുന്ന നാട്ടിൽ. 45 ജനത്തെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 2 പേർ മാത്രം അവശേഷിച്ചത് എത്ര യോദ്ധാക്കളിൽ നിന്നാണ്? 6 ലക്ഷം. 46 ആര് കാലബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിർത്തുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവ്. 47 കർത്താവ് ആർക്ക് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിർത്തുകയും ചെയ്തു? കാലബിന്. 48 കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും എന്നുവരെ അത് നിലനിൽക്കുകയും ചെയ്തു? വാർദ്ധക്യം വരെ. 49 മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകിയതാര്? കാലബ്. 50 കാലബ് എന്താണ് കൈയടക്കിയത്? മലമ്പ്രദേശം. 51 കാലബ് മലമ്പ്രദേശം കൈയടക്കി ആർക്കാണ് അവകാശമായി നൽകിയത്? മക്കൾക്ക്. 52 കർത്താവിനെ അനുഗമിക്കുന്നത് എന്താണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി, നല്ലതാണെന്ന്. 53 കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ ആരാണ് മനസ്സിലാക്കിയത്? എല്ലാ ഇസ്രായേൽക്കാരും. 54 കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. എങ്ങനെ? കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. അങ്ങനെ. 55 പ്രഭാഷകൻ അധ്യായം 46 രണ്ടാമത്തെ തലക്കെട്ട് ന്യായാധിപന്മാർ സാമുവൽ. 56 അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ അനേകം ന്യായാധിപന്മാർ ആരിൽ നിന്നും പിന്തിരിഞ്ഞു പോകാത്തവരായിരുന്നു? കർത്താവിൽ നിന്ന്. 57 അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ആരാണ് ഉണ്ടായിരുന്നത്? ന്യായാധിപന്മാർ. 58 അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ആരുടെ? അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുടെ. 59 അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്നും പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുടെ എന്താണ് അനുഗ്രഹീതമായിരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്? സ്മരണ. 60 എവിടെ നിന്നാണ് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്? ശവകുടീരങ്ങളിൽ നിന്ന്.
61 ശവകുടീരങ്ങളിൽ നിന്ന് നവജീവൻ പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? അവരുടെ അസ്ഥികൾ. 62 ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ എന്തു പ്രാപിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നവജീവൻ. 63 എങ്ങനെയുള്ള അവരുടെ നാമമാണ് പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്? സമ്പൂജ്യരായ. 64 സമ്പൂജ്യരായ അവരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പുത്രന്മാരിലൂടെ. 65 സമ്പൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ എന്തു ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ജീവിക്കട്ടെ. 66 ആരാണ് രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തത്? സാമുവൽ. 67 ആരാണ് കർത്താവിന് പ്രിയങ്കരൻ? സാമുവൽ. 68 കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനും ആയതാര്? സാമുവൽ. 70 കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ എന്ത് ചെയ്യുകയും ചെയ്തു? അഭിഷേചിക്കുകയും ചെയ്തു. 71 എന്തനുസരിച്ചാണ് സാമുവൽ സമൂഹത്തിൽ ന്യായം നടത്തിയത്? കർത്താവിന്റെ നിയമം. 72 ആരുടെ നിയമമനുസരിച്ചാണ് സാമുവൽ സമൂഹത്തിൽ ന്യായം നടത്തിയത്? കർത്താവിന്റെ. 73 കർത്താവിന്റെ നിയമമനുസരിച്ച് സാമുവൽ സമൂഹത്തിൽ എന്താണ് നടത്തിയത്? ന്യായം. 74 പ്രഭാഷകൻ 46:14 പ്രകാരം കർത്താവ് സംരക്ഷിച്ചത് ആരെ? യാക്കോബിനെ. 75 യാക്കോബിനെ സംരക്ഷിച്ചത് ആര്? കർത്താവ്. 76 കർത്താവ് യാക്കോബിനെ എന്തു ചെയ്തു എന്നാണ് പ്രഭാഷകൻ 46:14 പറഞ്ഞിരിക്കുന്നത്? സംരക്ഷിച്ചു. 77 എന്തു നിമിത്തമാണ് സാമുവൽ പ്രവാചകനാണെന്ന് തെളിഞ്ഞത്? വിശ്വസ്തത നിമിത്തം. 78 വിശ്വസ്തത നിമിത്തം പ്രവാചകനാണെന്ന് തെളിഞ്ഞതാര്? സാമുവൽ. 79 വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെട്ടതാര്? സാമുവൽ. 80 വാക്കുകളിലൂടെ സാമുവൽ ആരായാണ് അറിയപ്പെട്ടത്? വിശ്വാസ്യനായ ദീർഘദർശി. 81 വാക്കുകളിലൂടെ എങ്ങനെയുള്ള ദീർഘദർശിയായാണ് സാമുവൽ അറിയപ്പെട്ടത്? വിശ്വാസ്യനായ. 82 ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ സാമുവൽ ആരെയാണ് വിളിച്ചപേക്ഷിച്ചത്? ശക്തനായ കർത്താവിനെ. 83 സാമുവൽ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത് എപ്പോൾ? ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ. 84 ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ സാമുവൽ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും എന്തിനെ ബലിയർപ്പിക്കുകയും ചെയ്തു? മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ. 85 എങ്ങനെയുള്ള ആട്ടിൻകുട്ടിയെയാണ് സാമുവൽ ബലിയർപ്പിച്ചത്? മുലകുടിക്കുന്ന. 86 സാമുവൽ മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചപ്പോൾ കർത്താവ് ചെയ്തതെന്ത്? ആകാശത്തിൽ ഇടിമുഴക്കി. 87 ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ സാമുവൽ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തപ്പോൾ ആകാശത്തിൽ ഇടിമുഴക്കിയതാര്? കർത്താവ്. 88 കർത്താവ് എവിടെയാണ് ഇടിമുഴക്കിയത്? ആകാശത്തിൽ. 89 ആരുടെ ശബ്ദമാണ് ശക്തമായി മുഴങ്ങിയത്? കർത്താവിൻ്റെ. 90 കർത്താവ് ആരെയെല്ലാം നിർമാർജനം ചെയ്തു എന്നാണ് പ്രഭാഷകൻ 46:18 പറയുന്നത്? ടയറിലെ ജനനേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും. 91 എവിടുത്തെ ജനനേതാക്കളെയാണ് കർത്താവ് നിർമാർജനം ചെയ്തത്? ടയറിലെ. 92 ടയറിലെ ആരെയാണ് കർത്താവ് നിർമാർജനം ചെയ്തത്? ജനനേതാക്കളെ. 93 ടയറിലെ ജനനേതാക്കളെ കർത്താവ് എന്താണ് ചെയ്തത്? നിർമാർജനം ചെയ്തു. 94 എവിടത്തെ ഭരണാധികാരികളെയാണ് കർത്താവ് നിർമാർജനം ചെയ്തത്? ഫിലിസ്ത്യ ഭരണാധികാരികളെ. 95 ഫിലിസ്ത്യ ഭരണാധികാരികളെ നിർമാർജനം ചെയ്തത് ആര്? കർത്താവ്. 96 നിത്യനിദ്രയ്ക്ക് മുമ്പായി കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുൻപിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞതാര്? സാമുവൽ. 97 സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത് എപ്പോൾ? നിത്യനിദ്രയ്ക്ക് മുമ്പ്. 98 നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത് എന്ത്? ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല.
99 ഞാൻ ആരുടെയും എന്ത് കയ്യേറിയിട്ടില്ല എന്നാണ് സാമുവൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത്, സ്വത്ത്. 100 ഞാൻ ആരുടെയും സ്വത്ത് എന്തു ചെയ്തിട്ടില്ല എന്നാണ് സാമുവൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത്, കയ്യേറിയിട്ടില്ല. 101 ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, എന്തുപോലും എടുത്തിട്ടില്ല എന്നാണ് സാമുവൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത്, ഒരു ജോഡി ചെരുപ്പ് പോലും. 102 പ്രഭാഷകൻ 46:19 ആരും അവനിൽ എന്ത് ആരോപിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കുറ്റം. 103 നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും പ്രവചിച്ചതാര്, സാമുവൽ. 104 നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും സാമുവൽ എന്തു ചെയ്തു, പ്രവചിച്ചു. 105 സാമുവൽ ആരെയാണ് അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചത്, രാജാവിനെ. 106 രാജാവിനെ അവന്റെ മരണം എപ്പോൾ അറിയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മുൻകൂട്ടി. 107 എന്തിനു വേണ്ടിയാണ് സാമുവൽ മണ്ണിൽ നിന്നും സ്വരമുയർത്തി പ്രവചിച്ചത്, ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ. 108 ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്നും സ്വരമുയർത്തി പ്രവചിച്ചതാര്, സാമുവൽ. 109 ആരുടെ ദുഷ്ടത മായ്ച്ചു കളയാനാണ് മണ്ണിൽ നിന്നും സ്വരമുയർത്തി സാമുവൽ പ്രവചിച്ചത്, ജനത്തിന്റെ. 110 ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ സാമുവൽ എവിടെ നിന്നാണ് സ്വരമുയർത്തി പ്രവചിച്ചത്, മണ്ണിൽ നിന്ന്. 111 ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് സ്വരമുയർത്തി സാമുവൽ എന്തു ചെയ്തു, പ്രവചിച്ചു. ഇങ്ങനെ 111 ചോദ്യങ്ങളാണ് പ്രഭാഷകൻ 46-ാം അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.